ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹീതരായി എന്നെ കേൾക്കുന്ന വിശ്വാസികളെ, ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ഈ വിശുദ്ധ നോമ്പിൻ്റെ 17-ാം ദിവസമായി ഇന്നത്തെ നോമ്പ് ദിന ധ്യാനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ ആത്മീയ യാത്രയുടെ ഈ ദിവസങ്ങളിൽ തിരുവചനം നമ്മോട് പറയുന്നു, മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവിൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം. പ്രതികാരവും ദൈവത്തിൻ്റെ പ്രതിഫലവും വരുന്നു, അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറവീൻ എന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യമാണ് ഇന്ന് അല്പനേരത്തെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇന്നത്തെ ലോകാവസ്ഥയിൽ ഈ തിരുവചനം എത്ര ശക്തമായി നമ്മുടെ ഹൃദയത്തെ തൊടുന്നു. യുദ്ധങ്ങളുടെ ശബ്ദം, രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം, അതിർത്തികളിലെ രക്തസാക്ഷിത്വം, കുടുംബങ്ങളിൽ അനിശ്ചിതത്വം, മനുഷ്യഹൃദയം ഇന്ന് ഭീതിയിലാണ്. എന്നാൽ ദൈവവചനം നമ്മോട് പറയുന്നു, ധൈര്യപ്പെടുവീൻ. ഭയം മനുഷ്യന്റെ സ്വാഭാവികമായ ഒരു പ്രതികരണമാണ്. ഭയം പാപമല്ല, ഭയത്തിൽ തളരുക എന്നതാണ് അപകടം. ശിഷ്യന്മാർ കാറ്റടിച്ച കടലിൽ ഭയപ്പെട്ടു. എല്ലാവരും അവനെ കണ്ടു ഭ്രമിച്ചിരുന്നു. ഉടനെ അവൻ അവരോട് സംസാരിച്ചു, ധൈര്യപ്പെടുവീൻ, ഞാൻ തന്നെയാകുന്നു, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അപ്രകാരമാണ് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 50-ാം വാക്യത്തിൽ നാം കാണുന്നത്. ഇന്നും യുദ്ധഭീഷണികളാൽ, സാമ്പത്തിക അനിശ്ചിതത്വം കൊണ്ട്, കുടുംബ പ്രശ്നങ്ങളാൽ നമ്മൾ ഭയപ്പെടുന്നു. എന്നാൽ കർത്താവ് കടലിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞ വാക്ക് ഇന്നും സത്യമാണ്. യുദ്ധത്തിനിടയിൽ ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനമുണ്ട്. പഴയ നിയമപുസ്തകത്തിൽ ഇസ്രായേൽ ജനത അനവധി യുദ്ധങ്ങൾ കണ്ടു. എന്നാൽ ദൈവം അവരോട് പറഞ്ഞു, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, ചുവന്ന കടലിന്റെ മുൻപിൽ അവർ കുടുങ്ങിയപ്പോൾ പിന്നിൽ ഫറവോന്റെ സൈന്യം, മുന്നിൽ കടൽ, പിന്നിൽ ശത്രു. ഇത് ഇന്നത്തെ ലോകത്തിന്റെ പ്രതീകമാണ്. നാം അങ്ങനെയാണ് കാണുന്നത്, പ്രിയ ദൈവമക്കളെ. എന്നാൽ ദൈവം അവിടെ കടൽ പിളർത്തി. യുദ്ധം മനുഷ്യന്റെ കൈകളിലായിരുന്നില്ല, ദൈവത്തിന്റെ കയ്യിലായിരുന്നു. ആമേൻ. പ്രതികാരം എന്ന വാക്കിന്റെ ആത്മീയ അർത്ഥം യെശയ്യാ പ്രവാചകൻ പറയുന്നു, പ്രതികാരവും ദൈവത്തിന്റെ പ്രതിഫലവും വരുന്നു എന്നാണ്. ഇത് മനുഷ്യ പ്രതികാരമല്ല, ഇത് നീതിയുടെ സ്ഥാപനമാണ്. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അങ്ങനെയാണ് പരിശുദ്ധനായ പൗലോസ്ലീഹ റോമർക്കെഴുതിയ ലേഖനത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ നാം കാണുന്നത്. യുദ്ധകാലത്ത് മനുഷ്യർ പ്രതികാരത്തോട് കത്തുന്നു. എന്നാൽ ക്രിസ്തീയ വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നത്, നമ്മുടെ സഭ നമ്മെ പഠിപ്പിക്കുന്നത്, നീതിയെ ദൈവത്തിന് വിടുക എന്നുള്ളതാണ്. യേശു ക്രിസ്തു യഥാർത്ഥ സമാധാനത്തിൻ്റെ രാജാവാണ്. അവൻ നമ്മുടെ സമാധാനമാണ്. അങ്ങനെയാണ് എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ കാണുന്നത്. അവൻ നമ്മുടെ സമാധാനമാണ്. യേശു തമ്പുരാൻ ഭൂമിയിൽ ജനിച്ചപ്പോൾ ദൂതന്മാർ പാടി, അത്യുന്നതങ്ങളിൽ
ദൈവത്തിന് മഹത്വം. ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്നാണ്. അങ്ങനെയാണ് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ നാം കാണുന്നു. ഇന്ന് ലോകം യുദ്ധത്തിലായാലും ക്രിസ്തുവിലുള്ളവർക്ക് ഉള്ളിൽ സമാധാനമുണ്ടാകും. ഈ വിശുദ്ധ നോമ്പ് ഒരു ആത്മീയ യുദ്ധ പരിശീലനമാണ്. കേവലം വ്രതാനുഷ്ഠാനങ്ങളിലും ഭക്ഷണ നിയന്ത്രണത്തിലും മാത്രമുള്ളതല്ല. വിശുദ്ധ നോമ്പ് അത് ആത്മീയ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പാണ്. ഈ ജാതി പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഒഴിഞ്ഞു പോകുകയില്ല എന്നാണ് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷത്തിന്റെ 9-ാം അധ്യായത്തിന്റെ 29-ാം വാക്യത്തിൽ നാം കാണുന്നത്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടുമത്രേ. അങ്ങനെയാണ് പരിശുദ്ധനായ പൗലോസ്ലീഹ എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ 6-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ കാണുന്നത്. അതുകൊണ്ട് ഈ വിശുദ്ധ നോമ്പിന്റെ ഈ ദിവസങ്ങളിൽ നാം ധൈര്യം ധരിക്കണം. മനോഭീതി ഉള്ളവരോട് പറയേണ്ട സന്ദേശം എന്തെന്ന് ചോദിച്ചാൽ, ഇന്ന് നമ്മുടെ ചുറ്റും മനോഭീതിയുള്ളവർ ധാരാളമുണ്ട്. വാർത്തകൾ കണ്ട് ഭയപ്പെടുന്നവർ, ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടുന്ന യുവാക്കൾ, കുട്ടികളുടെ സംരക്ഷണത്തെക്കുറിച്ച് ഭാരപ്പെടുന്ന മാതാപിതാക്കൾ. ഇന്നു നാം അവരോട് പറയേണ്ടത്, ധൈര്യപ്പെടുവീൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം. ദൈവം വരുന്നു. ഈ വചനം ഒരു മെസ്വാനിക് പ്രവചനം കൂടിയാണ്. ദൈവം വന്നു രക്ഷിക്കും. അത് ക്രിസ്തുവിൽ നിവൃത്തിയായി. ഇന്നും അവൻ വരുന്നു നമ്മുടെ ജീവിതത്തിലേക്ക്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്നരുളി ചെയ്തു എന്നാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിന്റെ 28-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, ഈ ധ്യാന ചിന്തയിലെ വിശ്വാസ പ്രഖ്യാപനം എന്തെന്ന് ചോദിച്ചാൽ, യുദ്ധങ്ങൾ ഉണ്ടാകും, രാജ്യങ്ങൾ വീഴും, ഉയരും, എന്നാൽ ദൈവരാജ്യം നിലനിൽക്കും. നാം ഭയത്തിന്റെ ശബ്ദം കേൾക്കാതെ വിശ്വാസത്തിന്റെ ശബ്ദം കേൾക്കുക. ആമേൻ. പ്രിയ ദൈവമക്കളെ, അല്പസമയം നമുക്ക് നമ്മുടെ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. അനുദിനം ഞങ്ങളെ കാത്തു പരിപാലിക്കുന്നവനായ ഞങ്ങളുടെ സർവശക്തനായ പിതാവേ, നിന്റെ സന്നിധിയിൽ ഞങ്ങൾ വിനീതരായി നിൽക്കുന്നു. ഈ വിശുദ്ധ നോമ്പിന്റെ ഈ 17-ാം ദിവസം ഭാരപ്പെട്ട ഹൃദയത്തോടെ, എന്നാൽ പ്രത്യാശ നിറഞ്ഞ ആത്മാവോടെ ഞങ്ങൾ നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഭയത്തിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ആശങ്കകൾ നീ അറിയുന്നുവല്ലോ. ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം, ലോകത്തിലെ യുദ്ധങ്ങളുടെ വാർത്തകൾ, കുടുംബങ്ങളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ഭയം, ഇവയെല്ലാം ഞങ്ങൾ നിന്റെ കാൽ കീഴിൽ സമർപ്പിക്കുന്നു അപ്പാ. തിരുവചനം പറയുന്നത് പോലെ മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവീൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം. ഈ തിരുവചനം ഇന്ന് ഞങ്ങളുടെ ആത്മാവിൽ നിറയട്ടെ. ഞങ്ങളുടെ ആത്മാവിൽ ഈ തിരുവചനം ജീവനാകട്ടെ. കർത്താവേ, യുദ്ധഭീഷണിയിൽ നിന്ന് ലോകത്തെ രക്ഷിക്കണമേ. വൈരാഗ്യത്തിന്റെ അഗ്നിയെ അവിടുന്ന് ശമിപ്പിക്കണമേ. രാജ്യ നേതാക്കളുടെ ഹൃദയങ്ങളിൽ സമാധാനത്തിന്റെ ചിന്ത നിറയ്ക്കുമാറാകണമേ. കരയുന്ന അമ്മമാരെ ആശ്വസിപ്പിക്കണമേ. അനാഥരായ കുഞ്ഞുങ്ങൾക്ക് തമ്പുരാനെ അവിടുന്ന് കരുതൽ നൽകണമേ. സമാധാനത്തിന്റെ രാജാവായ യേശു തമ്പുരാനെ,
നിന്റെ സമാധാനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ. പുറത്തുള്ള കൊടുങ്കാറ്റിനിടയിലും അകത്തുള്ള ഞങ്ങളുടെ വിശ്വാസം അചഞ്ചലമാകട്ടെ. കർത്താവേ, വൈരാഗ്യത്തെ സ്നേഹത്താൽ ജയിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ദേഷ്യത്തെ ക്ഷമയാൽ മറികടക്കുവാനുള്ള ശക്തിയെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം. ഭയപ്പെടുന്നവരോട് ധൈര്യപ്പെടുവീനെന്ന് പറയുന്നവരാക്കി തീർക്കുമാറാകണം. പരിശുദ്ധമ്മയായ ദൈവമാതാവേ, നിന്റെ മകനോട് ഞങ്ങൾക്കായി അപേക്ഷിക്കണം. ക്രൂശിന്റെ അടിയിൽ നിന്നും സഹിച്ച നിന്റെ വിശ്വാസം അടിയങ്ങൾക്കും പ്രദാനം ചെയ്യണം. സകല വിശുദ്ധന്മാരുടെയും പരിശുദ്ധമതികളുടെയും പ്രാർത്ഥനയും കാവലും കോട്ടയും ഞങ്ങളിൽ ധൈര്യം പകരുവാൻ സംഗതിയാകുമാറാകണം. ഇന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, ഭയപ്പെടേണ്ട, ദൈവം വരുന്നു. അവൻ വരുന്നു, അവൻ രക്ഷിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.